സുകൃതഹാരങ്ങൾ. കുമാരനാശാൻ്റെ ചണ്ഡാലഭിക്ഷുകി എന്ന കവിതയിൽ നിന്നെടുത്തിട്ടുള്ളതാണ് സുകൃതഹാരങ്ങൾ എന്ന പാഠഭാഗം. ആധുനിക കവിത്രയത്തിലൊരാളായ കുമാരനാശാൻ ജാതീയതയ്ക്കെതിരെയും സമൂഹത്തിലെ അസമത്വങ്ങൾക്കെതിരെയും തൻ്റെ തൂലിക പടവാളാക്കിയ കവിയാണ്. ചണ്ഡാലഭിക്ഷുകിയിലെ കഥ നടക്കുന്നത് 2500 വർഷങ്ങൾക്ക് മുമ്പാണ്. പുരാതനേന്ത്യയിലെ ശ്രാവസ്തിക്കടുത്തുള്ള പ്രദേശത്ത് അക്കാലത്ത് കൊടിയ വരൾച്ചയുണ്ടായി. സകല ജീവജാലങ്ങളും കുടിവെള്ളത്തിനായി ഉഴലുന്ന ഘട്ടത്തിൽ നടന്നു തളർന്ന ദാഹാർത്തനായ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്കിയെ കണ്ടുമുട്ടുന്നു. ഇതാണ് പാഠസന്ദർഭം. തൂമ തേടും തൻ പാളക്കിണറ്റിൽ ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നിടിനാൾ ശ്രീമാന ഭിക്ഷു വങ്ങു ചെന്നർത്ഥിച്ചാൻ. വളരെ സുന്ദരിയായ ഭംഗിയുള്ള മാതങ്കി എന്ന ചണ്ഡാല സ്ത്രീ തൻ പാളകിണറ്റിലിട്ട് തൻ്റെ കൈകളാൽ കയറു വലിച്ചു നിൽക്കുന്ന സമയത്ത് ബുദ്ധഭിക്ഷു ചെന്ന് അപേക്ഷിക്കുകയാണ്. ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരിദാശുനി ഓമലേ തരു തെല്ലെന്നതു കേട്ടൊരാ മനോഹരി അമ്പരന്നോതിനാൾ. ബുദ്ധഭിക്ഷു അവളുടെ അടുത്തേക്ക് ചെന്ന് ദാഹിക്കുന്നു സഹോദരി, വളരെ സ്നേഹത്തോടുകൂടി തന്നെ കുറച്ച് തണുത്ത വെള്ളം എനിക്ക് തരൂ എന്ന് പറയുകയാണ്. അതുകേട്ട് മനോഹരിയായ മാതങ്കി അമ്പരന്ന് ചൊല്ലുകയാണ്. അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലല്ലാലങ്ങു ജാതി മറന്നിതോ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. ഇതെന്തൊരു കഷ്ടമാണ്, ഒരു കഥയാണ്. ജാതി അങ്ങ് മറന്നുപോയോ? ഞാൻ താഴ്ന്ന ജാതിയിലെ സ്ത്രീയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ജലം വാങ്ങി ഉയർന്ന ജാതിയിലുള്ള ആരെങ്കിലും കുടിക്കുമോ എന്നാണ് മാതങ്കി ചോദിക്കുന്നത്. കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ഡാലി ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ വെള്ളം തന്നാലും കോപമുണ്ടാകും. കാരണം ഞാൻ താഴ്ന്ന ജാതിയിലുള്ള ഒരു ചണ്ഡാല സ്ത്രീയാണ്. ഈ ഗ്രാമത്തിൻ്റെ പുറത്ത് വസിക്കുന്ന ചാമർ ജാതിയിൽപ്പെട്ട ഒരാളുടെ മകളാണ് ഞാൻ എന്നാണ് മാതങ്കി പറയുന്നത്. ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ ഭീതി വേണ്ട തരികതെനിക്കു നീ. യാതൊരു വികാരങ്ങളുമില്ലാതെ നിർവികാരനായി ബുദ്ധഭിക്ഷു പറയുകയാണ്, ജാതി ഞാൻ ചോദിക്കുന്നില്ല സഹോദരി, ഞാൻ ചോദിക്കുന്നത് വെള്ളമാണ്. നാവ് വരണ്ടുപോയി. ഭീതി വേണ്ട, യാതൊരു പേടിയും വേണ്ട, നീ എനിക്ക് വെള്ളം തരൂ എന്നാണ് ബുദ്ധഭിക്ഷു പറയുന്നത്. എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളിന മനോഹരം സുന്ദരൻ. പിന്നെ തർക്കം പറഞ്ഞില്ലയോമലാൾ തന്നിയാണവൾ കല്ലല്ലിരുമ്പല്ല. അത് പറഞ്ഞതിന് ശേഷം ബുദ്ധഭിക്ഷു ഉടനെ വെള്ളം കുടിക്കാനായി കൈകൾ നീട്ടി നിൽക്കുകയാണ്. ചെന്നളിന മനോഹരം സുന്ദരൻ എന്നാണ് പറയുന്നത്. ചെന്താമര പോലെ സുന്ദരനാണ് ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു എന്നാണ് കുമാരനാശാൻ പറയുന്നത്. പിന്നെ യാതൊരു തർക്കവും പറയാതെ മാതങ്കി വെള്ളം കൊടുത്തു എന്നാണ് പറയുന്നത്. അവൾ സുന്ദരിയാണ്, അവൾ കല്ലോ ഇരുമ്പോ അല്ല എന്നാണ് കവി ഇവിടെ പറയുന്നത്. കറ്റക്കാർക്കൂന്തൽ മൂടി തലവഴി മുറ്റുമാസ്യം മറഞ്ഞുകിടക്കുന്ന ചാരുസാരിയൊതുക്കി ചെറുചിരി ചോരും ചോരിവ ചെറ്റുവിടർത്തവൾ. അവളുടെ വളരെ കറുത്ത നല്ല ഇടതൂർന്ന മുടി അവൾ തൻ്റെ സാരി ഉപയോഗിച്ച് തലവഴി മൂടി മുഖം മറഞ്ഞു കിടക്കുന്ന ആസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം എന്നാണ് അർത്ഥം. മുഖം മറഞ്ഞു കിടക്കുന്ന ആ സാരി അവൾ ചെറുചിരിയോടുകൂടി ഒതുക്കി വെച്ചു. അവളുടെ ചെറിയ ചെഞ്ചുണ്ട് എന്നാണ് കവി പറയുന്നത്. അവളുടെ ചുണ്ടുകൾക്ക് ചുവന്ന നിറമാണ്. ആ ചെഞ്ചുണ്ട് വിടർത്തി അവൾ ഒന്ന് ചിരിച്ചു എന്നാണ് കവി പറയുന്നത്. പാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരയാൽ
തെല്ലു നിന്നു മൈക്കണ്ണിയാൾ. വളരെ വിസ്മയത്തോടുകൂടി, വളരെ സുന്ദരനായ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷുവിനെ കണ്ട് വളരെ വിസ്മയത്തോടുകൂടി, അത്ഭുതത്തോടുകൂടി അവൾ നോക്കി നിന്നു എന്നാണ് പറയുന്നത്. മൈക്കണ്ണി എന്ന വാക്കിന്റെ അർത്ഥം മഷി കൊണ്ട് കണ്ണെഴുതിയവൾ. അവളുടെ കണ്ണ് വളരെ കറുത്ത മഷി കൊണ്ട് എഴുതിയതുപോലെ അത്രയ്ക്ക് സുന്ദരിയാണ് മാതങ്കി എന്നാണ് ഇവിടെ പറയുന്നത്. ചോര ചെന്തളിരഞ്ചു മരുണാംശം പൂരത്താൽ മേനി മൂടിപ്പുലർച്ചയിൽ. ആ പുലർകാല വേളയിൽ സൂര്യരശ്മികൾ അവളുടെ ശരീരത്ത് വീഴുമ്പോൾ ചെന്താമര പോലെയാണ് അവളുടെ ശരീരം എന്നാണ് പറയുന്നത്. അത്രയും സുന്ദരിയായിട്ടാണ് അവൾ സാരി കൊണ്ട് മൂടി അവൾ അവിടെ നിൽക്കുന്നത്. വണ്ടിണ ചെന്നു മുട്ടിവിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ. ഒരു വണ്ട് ചെന്ന് ചെന്താമരയിൽ മുട്ടുമ്പോൾ ആ ചെന്താമരയ്ക്കുണ്ടാവുന്ന വ്യത്യാസം, അതുപോലെയാണ് ബുദ്ധഭിക്ഷു അവളുടെ അടുത്ത് വന്ന് വെള്ളം ചോദിച്ചപ്പോൾ അത്രയ്ക്ക് സുന്ദരിയാണ് മാതങ്കി എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി. പിന്നെ അവളുടെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് പാളയിൽ നിന്ന് വെള്ളം കൊടുക്കാനായിട്ട്, അതായത് തുളുമ്പി നിൽക്കുന്ന പാളയിൽ നിന്ന് വളരെ മനോഹരമായി അവൾ വെള്ളം കൊടുക്കാനായി നിൽക്കുകയാണ്. മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ. ഒരു നടുക്ക് ഭാഗം, ഒരു കണ്ണാടിയുടെ മധ്യഭാഗം പൊട്ടിയാൽ എങ്ങനെ ചിതറുന്നു അതേപോലെയാണ് അവളുടെ പാളയിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികൾ എന്നാണ് കവി പറയുന്നത്. അത്രയ്ക്കും കണ്ണാടി പോലത്തെ ശുദ്ധജലമാണ് അവൾ ബുദ്ധഭിക്ഷുവിനെ കൊടുക്കുന്നത്. ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നതേ മെല്ലെ കുനിഞ്ഞവൾ. ആർത്തിയോടുകൂടിയാണ്, അത്രയ്ക്ക് ദാഹാർത്തനായിട്ടാണ് ബുദ്ധഭിക്ഷു കൈനീട്ടുന്നത്. കൈ കൂപ്പിയ പോലെ, അതായത് കൈക്കുമ്പിളിൽ വെള്ളം കുടിക്കാൻ എന്ന പോലെയാണ് ബുദ്ധഭിക്ഷു അവളുടെ മുന്നിൽ നിൽക്കുന്നത്. അവൾ വെള്ളം കൊടുക്കാനായിട്ട് മെല്ലെ കുനിഞ്ഞു എന്നാണ് പറയുന്നത്. ആ പാളയിൽ നിന്ന് ബുദ്ധഭിക്ഷുവിന്റെ കയ്യിലേക്ക് വെള്ളം കൊടുക്കാനായിട്ട് അവൾ കുനിഞ്ഞു എന്നാണ് പറയുന്നത്. പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. ബുദ്ധഭിക്ഷു പറയുകയാണ്, നീ ദാഹിക്കുന്ന വെള്ളം, എനിക്ക് ദാഹിച്ചപ്പോൾ നീ വെള്ളം തന്ന നീ പുണ്യവതിയാണ്, പുണ്യശാലിനിയാണ് എന്നാണ് പറയുന്നത്. നീ പകർന്നു തരുന്ന ഓരോ തണ്ണീർത്തുള്ളികളും, ഓരോ വെള്ളത്തുള്ളികളും അനേകം സുഹൃതഹാരങ്ങളായിട്ടാണ്, അനേകം പുണ്യപ്രവർത്തികളാണ്, പുണ്യപ്രവർത്തികളുടെ ഒരു മാല പോലെയായിട്ടാണ് ബുദ്ധഭിക്ഷു ഇവിടെ പറയുന്നത്. ആ ഓരോരോ പുണ്യങ്ങളും അവളുടെ അന്തരാത്മാവിനെ, അവളുടെ ഉള്ളിലുള്ള ആത്മാവിനെ മോക്ഷത്തിലെത്തിക്കുന്നു എന്നാണ് ബുദ്ധഭിക്ഷു പറയുന്നത്. അത്രയ്ക്കും ദാഹാർത്തനായ ബുദ്ധഭിക്ഷുവിനെ അവൾ ജാതി നോൽക്കാതെയും, അല്ലെങ്കിൽ ബുദ്ധഭിക്ഷുവിൻ്റെ ആ ഒരു സംസാരത്തിൽ അവൾ എന്ത് ചെയ്യുകയാണ്, വെള്ളം കൊടുക്കുകയാണ്. ആ വെള്ളം കൊടുക്കുന്നതെല്ലാം പുണ്യപ്രവൃത്തി തന്നെയാണ് എന്നാണ് ബുദ്ധഭിക്ഷു ഇവിടെ പറയുന്നത്.